ഞാനൊരു കണ്ണൂർക്കാരിയാണ്. എനിക്ക് പൊങ്കാലയെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ വളരെ വർഷങ്ങളായിട്ട് പൊങ്കാലയിടാൻ വരുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ മദ്രാസിലായിരുന്നു. പിന്നീട് ഇവിടെ ഗൗരിവന്ദനത്തിലെ എൻ്റെ മകൻ ഓട്ടോഗ്രാഫിൽ ജെയിംസാണ്. അവനിവിടെ അഭിനയിക്കാൻ വരുമ്പം ഇവിടെ പൊങ്കാല ഇടുന്ന ഇത് കണ്ടാണ് എനിക്കും ദേവിയോടൊരു അറ്റാച്ച്മെൻറ്റും അടുപ്പവും തോന്നി. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാനും പൊങ്കാല ഇടാൻ തുടങ്ങി. അത് എന്ത് കഷ്ടപ്പാട് എവിടെ തന്നെ ആയാലും ശരി, ഞാൻ ഇവിടെ ആ സമയത്ത് ദേവി എന്നെ കൊണ്ടുവന്ന് എത്തിക്കും. കാരണം മിനിഞ്ഞാന്ന് പോലും ഞാൻ ഷൂട്ടിൽ നിൽക്കുകയായിരുന്നു. എനിക്ക് ഒട്ടും ഇവിടെ വരാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നിയതേ അല്ല, പറ്റൂല എന്ന് തന്നെ വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ ഈ നടയിൽ വെള്ളിയാഴ്ച വന്നിരുന്നു. അന്ന് ഞാനും മോനും ദേവിയോട് പറഞ്ഞത്, എനിക്ക് ഇവിടെ പൊങ്കാല ഇടണമെന്ന് ദേവിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ ഇവിടെ കൊണ്ടെത്തിക്കണമെന്നാണ്. അതേപോലെ തന്നെ ആ ഒരു ഷൂട്ട് ക്യാൻസലായിപ്പോയി. ഞാനിവിടെ എത്തി. വളരെ ഭംഗിയായി ഹൃദയം നിറഞ്ഞ് ഞാൻ പൊങ്കാലയിട്ടു. കഴിഞ്ഞ വർഷം എൻ്റെ മക്കളെല്ലാം ഇട്ടായിരുന്നു. എൻ്റെ മോള് കല്യാണം കഴിച്ചു പോയി. എൻ്റെ മോൻ സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു. അതിൻ്റെയൊക്കെ നന്ദിക്ക് വേണ്ടിയാണ് ഈ വർഷം ഞാൻ ദേവിക്ക് പൊങ്കാല. മകന് രഞ്ജിത്ത് രാജ്, ഓട്ടോഗ്രാഫിലെ ജെയിംസ്, ഏഷ്യാനെറ്റിൽ വന്നുകൊണ്ടിരുന്ന ഓട്ടോഗ്രാഫിലെ ജെയിംസ് ഇപ്പോൾ ഞാനും സുന്ദരി നീലും അഭിനയിക്കുന്നുണ്ട്. പിന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്രയും തിരക്കിലും ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഇത്രയും ഫെസിലിറ്റികൾ കിട്ടുന്നതും നമ്മൾ ദേവിയുടെ അടുത്ത് എത്തുന്നതും എല്ലാം. ഇപ്പം തന്നെ പ്രധാന പൂജാരി പൂജിച്ചത് സെക്രട്ടറിയുടെ കയ്യിൽ കൊടുത്തതാണ്. അദ്ദേഹം അത് എൻ്റെ കയ്യിലോട്ടിട്ട് തന്നിട്ട് പോയി. ഇതൊന്നും ആർക്കും കിട്ടുന്ന ഭാഗ്യമല്ല, ദേവി അനുഗ്രഹിച്ച് തന്നെ തരുന്നതാണ്. നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ, പക്ഷെ ദേവി തരുന്നതാണ് എല്ലാം. അതിലെനിക്ക് ഇനിയും സന്തോഷമുണ്ട്. അടുത്ത വർഷവും ഞാനിവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ദേവി ആരോഗ്യ സൗഖ്യം തന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇതുപോലെ ഞാൻ വന്ന് പൊങ്കാലയിടും, ദേവിക്ക് പൊങ്കാല സമർപ്പിക്കും, സന്തോഷമായി തിരിച്ചു.